Determine the bending capacity mu for a column of size 300 mm into 500 mm which is reinforced with 6 bars of 20 mm diameter bars arranged on two sides of the column if it's subjected to an factored load of 800 kN. Use M20 and Fe415 steel take D-50 mm. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് മൊമെൻറ്റ് ബെൻഡിങ് കപ്പാസിറ്റി എം യു ഫോർ എ കോളം ഡിറ്റർമിൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. കോളത്തിൻ്റെ സൈസ് എന്ന് വെച്ചാൽ ബിയും തന്നിട്ടുണ്ട്, ഡി തന്നിട്ടുണ്ട്. നമ്മുടെ എ എസ് ടി കാൽക്കുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എ എസ് സി കാൽക്കുലേറ്റ് ചെയ്യാണ്ട് 6 ബാർസും 20 mm തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് സൈഡ്സിൽ അറേഞ്ച് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഫാക്ടേഡ് ലോഡ് തന്നിട്ടുണ്ട്, എം യു ആണ് നമുക്ക് തന്നേക്കുന്നത്, പി യു തന്നിട്ടുണ്ട്, എം യു കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നേരത്തെ ക്വസ്റ്റ്യനിൽ എം യു തന്നിട്ടുണ്ടായിരുന്നു, പി യു കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കേണ്ട കാര്യം പി യു എന്ന് പറയുന്നത് ഫാക്ടേഡ് ലോഡാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഫാക്ടേഡ് ആക്കി മാറ്റേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഫാക്ടേഡ് ആണ്. പിന്നെ എഫ് സി കെ തന്നിട്ടുണ്ട്, എഫ് ഐ തന്നിട്ടുണ്ട്, എഫക്റ്റീവ് കവർ ഡി ഡാഷും തന്നിട്ടുണ്ട്. അപ്പോൾ തന്നിട്ടുള്ളതെല്ലാം ഗിവൺ ഡേറ്റിൽ നമ്മൾ എഴുതാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ സ്റ്റെപ്പിൽ ചെയ്ത പോലെ തന്നെയാണ് ഏരിയ ഓഫ് സ്റ്റീൽ കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേഷൻ ഓഫ് ഏരിയ ഓഫ് സ്റ്റീൽ അല്ലെങ്കിൽ ഫൈൻഡ് ഏരിയ ഓഫ് സ്റ്റീൽ. കാൽക്കുലേഷൻ ഓഫ് ഏരിയ ഓഫ് സ്റ്റീലിൽ നമുക്ക് തന്നിട്ടുണ്ട് 6 ബാർസ് ഓഫ് 20 mm ഡയ എന്ന്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എ എസ് സി എന്ന് പറയുന്നത് π/4 × 6 × 20 സ്ക്വയർ. ആൻസർ 1885 mm² എന്ന് കിട്ടും. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ കാൽക്കുലേഷൻ ആണ്. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ കാൽക്കുലേറ്റ് ചെയ്യാം. പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ P = ASC × 100/B × D ആണ്. ASC നമുക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞു. 100 / B യും അറിയാം, D യും അറിയാം. 300 × 500 അല്ലേ B യും D യും. ഓക്കെ, നമുക്ക് ആൻസർ 1.257 എന്ന് കിട്ടും പെർസെൻറ്റേജ്. അടുത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട P/FC ആണ്. P/FC പിയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി ഇപ്പോൾ കണ്ടുപിടിച്ച് വെച്ചു. FC 20 ആണെന്നറിയാം. അപ്പോൾ P/FC വാല്യൂ നമുക്ക് കിട്ടി. ഇനി ഇവിടെ എന്ന് വെച്ചാൽ എം യുൻ്റെ നമ്മൾ എം യു തന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ എം യു എഫ് സിക്ക് BD² ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, വെച്ചാൽ ഗ്രാഫിൽ നിന്ന് എടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ തന്നേക്കുന്ന വെച്ചാൽ എടുക്കുക. എന്താണ് നേരത്തെ ക്വസ്റ്റ്യനിൽ പി യു വെച്ചാൽ നമ്മൾ കണ്ടുപിടിച്ച് PU FC BD കാൽക്കുലേറ്റ് ചെയ്തു. പക്ഷേ ഇവിടെ പി യു തന്നിട്ടുള്ളതുകൊണ്ട് PU FC BD നമുക്കിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പി യു എന്ന് പറഞ്ഞാൽ 800 ആണ്, ഈ യൂണിറ്റ് കൺവേർട്ട് ചെയ്യാം. ദെൻ FC 20 B × D. ഓക്കെ, നമുക്ക് ആൻസർ ഒരു 0.267 എന്ന് കിട്ടും. അപ്പോൾ PU FC BD കിട്ടി, P/FC കിട്ടി. അതുപോലെ തന്നെ ഇനി ഒരു കാര്യം കൂടെ നമുക്ക് ആവശ്യമുണ്ട്, D'/D. D' എന്ന് പറയുമ്പോൾ 50യും ക്യാപിറ്റൽ D എന്ന് പറയുന്നത് 500 ആണ്. നമുക്ക് 0.1 എന്ന് കിട്ടും. അതുപോലെ ഇത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് 2 സൈഡ്സിലും. അതും ക്വസ്റ്റ്യനിൽ മെൻഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് വരുന്ന ഒരു ചാർട്ട് എടുക്കുക. നേരത്തെ സെയിം ആണ്, നമുക്ക് എന്താണ് D'/D ഒക്കെ കിട്ടിയിരിക്കുന്നത് 415 ആണ് വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ചാർട്ട് 32 ആയിരിക്കും. XP16 ചാർട്ട് 32. PU FC BDയുടെ വാല്യൂ വെച്ചും അതുപോലെ തന്നെ P/FC വാല്യൂ വെച്ചിട്ട് നമുക്ക് MU/FC BD² കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ കിട്ടിയേക്കുന്ന PU FC BD എന്ന് പറയുന്ന ഒരു 0.26 ആണ് വരുന്നത്. 0.26 ഏകദേശം ഈ ഒരു റേഞ്ചിന് എടുക്കാം. ദെൻ അത് കറക്റ്റായിട്ട് വരയ്ക്കുക. അതുപോലെ P/FC വാല്യൂ എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ 246 ഈ ഒരു റേഞ്ചിനാണ് വരുന്നത്. അപ്പോൾ അത് താഴോട്ടേക്ക് വരച്ചാൽ മതി. താഴോട്ടേക്ക് വരയ്ക്കുക എന്ന് പറയുന്നത് ഈ ഒരു റേഷ്യോ അല്ലെങ്കിൽ ഈ ഒരു കർവ് വരുന്നത് ബേസ് ചെയ്തിട്ട് ആ കോൺസൈഡ് ചെയ്യുന്ന പോയിന്റിനെ താഴോട്ടേക്ക് ആക്കിയാൽ മതി. അപ്പോൾ ഇതിൽ നിന്ന് എത്രയാണ് വാല്യൂ കിട്ടുന്നതെന്ന് നോക്കാം. ഈ ഒരു വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ MU/FC BD² എന്ന് പറയുന്നത് ഞാൻ എടുത്തേക്കുന്ന 0.13 ആണ്. ഇനി ഇതിൽ നിന്ന് എനിക്ക് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ അത് MU എന്ന് പറയുന്നത് 0.13 × FC × B × D² ആണ്. അപ്പോൾ 0.13 × FC എന്ന് പറയുന്നത് 20, B 500 × 300². ഓക്കെ, 500² × 300 ആണ്. B 300ഉം D 500ഉം ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് നമുക്ക് 195 kN കിട്ടും. ഓക്കെ.